എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇലാസ്റ്റിസിറ്റി എന്ന പോർഷനാണ്. ഇലാസ്റ്റിസിറ്റിയിലുള്ള ബേസിക് കാര്യങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സ്ട്രെസ്, സ്ട്രെയിൻ പോലെയുള്ള ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള നിലയിലുള്ള ഒരു വീഡിയോ ആണ്. ഇതിന് തുടർന്നും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോകൾ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇലാസ്റ്റിസിറ്റി എന്നുള്ള കോൺസെപ്റ്റാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ ഒരു ഇൻട്രോ പോലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കോൺസെപ്റ്റ്സ് നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ജസ്റ്റ് പറഞ്ഞു പോവാം. ദ്രവ്യം അല്ലെങ്കിൽ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസ് ഉള്ളതുമായ എന്തിനേയും ദ്രവ്യം എന്ന് വിളിക്കാം. ഖരം, ദ്രാവകം, വാതകം എന്നിവയാണ് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ. ഇതിന് പുറമേയും അവസ്ഥകളുണ്ട്. ഖരം, ദ്രാവകം, വാതകം, പ്ലാസ്മ, ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് ഉണ്ട്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് ഉണ്ട്. നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഇനി പഠിക്കും. അപ്പോൾ ഖരം, ദ്രാവകം, വാതകം എന്നിവയാണ് ദ്രവ്യത്തിന്റെ വിവിധ അവസ്ഥകൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു വസ്തുവിനെ ദൃഢവസ്തു എന്ന് വിളിക്കുന്നത് അതിലെ പദാർത്ഥങ്ങൾ തമ്മിലുള്ള സ്ഥാനം മാറാതെ നിൽക്കുമ്പോഴാണ്. എന്നാൽ ഒരു വസ്തുവും പൂർണ്ണമായി ദൃഢമാണെന്ന് പറയാൻ കഴിയില്ല. ബാഹ്യബലം അനുഭവപ്പെടുമ്പോൾ എല്ലാ വസ്തുക്കളിലും മാറ്റം സംഭവിക്കാറുണ്ട്. ആ മാറ്റം രൂപത്തിലോ നീളത്തിലോ വ്യാപ്തത്തിലോ ആകാം. ഒരു ഖരപദാർത്ഥത്തിന് നിശ്ചിത വലുപ്പവും ആകൃതിയുമുണ്ട്. ഈ പദാർത്ഥത്തിന്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യത്യാസം വരുത്തുന്നതിന് ബലം ആവശ്യമാണ്. സർപ്പിളാകൃതിയിലുള്ള ഒരു സ്പ്രിങ്ങിന്റെ 2 അഗ്രങ്ങൾ വലിച്ചു നീട്ടിയാൽ അതിന്റെ നീളത്തിൽ വർധനവുണ്ടാകുന്നു. നമുക്കറിയാം, ഒരു സ്പ്രിങ് നമ്മൾ വലിച്ചു നീട്ടുന്ന സമയത്ത് അതിന്റെ നീളത്തില് വ്യത്യാസം ഉണ്ടാകും. പ്രസ്തുത ബലം നീക്കം ചെയ്താൽ സ്പ്രിങ് അതിന്റെ ആദ്യ ആകൃതിയിലും വലുപ്പത്തിലുമായി തീരും. നമ്മൾ ആ വലിച്ചു നീട്ടുന്നത് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ സ്പ്രിങ് പഴയ പോലെ തന്നെ ആവും. പ്രയോഗിക്കുന്ന ബലം നീക്കം ചെയ്താൽ ഒരു വസ്തു അതിന്റെ പ്രാരംഭ ആകൃതിയും വലുപ്പവും കൈവരിക്കുന്ന പ്രത്യേകതയെ ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നു. നമ്മളിങ്ങനെ ഒരു ഡീഫോർമേഷൻ പ്രയോഗിച്ചതിന് ശേഷം അത് തിരിച്ചതിന്റെ പഴയ രൂപത്തിലേക്ക് വരുന്ന ആ ഒരു പ്രവണതയാണ് എന്ത് വിളിക്കുന്നത്? ഇലാസ്തികത അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഇത്തരം രൂപാന്തരത്തെ ഇലാസ്തിക രൂപാന്തരണം എന്താണ് പറയുന്നത്? ഇലാസ്തിക രൂപാന്തരണം അല്ലെങ്കിൽ ഇലാസ്റ്റിക് ഡീഫോർമേഷൻ എന്ന് വിളിക്കും. എന്നാൽ ചെളിയുടെയോ മെഴുകിന്റെയോ കട്ടയിൽ ബലം പ്രയോഗിച്ചാൽ അവ പിന്നീട് അതിന്റെ പൂർവാവസ്ഥയിലേക്ക് വരാനുള്ള പ്രവണത കാണിക്കാതിരിക്കുകയും അവ സ്ഥിരമായ രൂപമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. ഇത്തരം പദാർത്ഥങ്ങളെ പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളെന്നും ഈ പ്രത്യേകതയെ പ്ലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ പ്ലാസ്റ്റികത എന്നും വിളിക്കുന്നു. നമ്മൾ സ്പ്രിങ്ങിൽ ബലം പ്രയോഗിച്ചു, അത് വിട്ടു കഴിഞ്ഞപ്പോൾ അത് നേരെ പഴയ അവസ്ഥയിലേക്ക് വന്നു. എന്നാൽ നമ്മൾ ബലം പ്രയോഗിക്കുന്നത് ഒരു ചെളിക്കട്ടയിലോ അല്ലെങ്കിൽ മെഴുക് വാക്സിലോ മറ്റോ ആണെങ്കിൽ അത് ഡീഫോർമേഷൻ പെർമനന്റ് ആയിരിക്കും. അതിന്റെ ഡീഫോർമേഷൻ എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് അത് ഒരു രൂപത്തിലേക്ക് മാറ്റി അതിനെ പിന്നീട് തിരിച്ച് മറ്റു രൂപത്തിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് പ്ലാസ്റ്റികത അല്ലെങ്കിൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി ഇവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് പറയുന്നത്, ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് ഫോഴ്സും. അതായത് രൂപാന്തര ബലവും പുനഃസ്ഥാപന ബലവും. ഒരു വസ്തുവിന്റെ രൂപമാറ്റത്തിന് കാരണമാകുന്ന ബലത്തെയാണ് നമ്മൾ രൂപാന്തര ബലം എന്ന് പറയുന്നത്. അതായത് ഏത് ബലമാണോ ഒരു വസ്തുവിൽ രൂപമാറ്റം ഉണ്ടാക്കുന്നത് ആ ബലത്തിന് നമ്മൾ രൂപാന്തര ബലം എന്ന് പറയുന്നു. പുനഃസ്ഥാപന ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ രൂപാന്തര ബലത്തിന് വിധേയമാക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വസ്തുവിൽ രൂപം കൊള്ളുന്ന ബലമാണ് എന്ത്? പുനഃസ്ഥാപന ബലം. ഒരു വസ്തുവിനെ രൂപാന്തര ബലത്തിന് വിധേയമാക്കുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വസ്തുവിൽ രൂപം കൊള്ളുന്ന ബലമാണ് പുനഃസ്ഥാപന ബലം. അതായത് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫോഴ്സ് കൊടുത്ത് ഒരു സ്പ്രിങ്ങിനെ നീട്ടി വലിച്ചു, അതേ സമയത്ത് സ്പ്രിങ് തിരിച്ചൊരു ഫോമിലേക്ക് മാറും. അതിനെയാണ് എന്ത് പറയുന്നത്? പുനഃസ്ഥാപന ബലം അല്ലെങ്കിൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നു. ഇനി ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക പരിധി എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഗ്രാഫ് പഠിക്കും. ഇലാസ്റ്റിസിറ്റിയുടെ ഗ്രാഫ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക പരിധി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. വലുപ്പത്തിലോ രൂപത്തിലോ സ്ഥിരമായ മാറ്റം വരുത്താതെ ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കാവുന്ന പരമാവധി രൂപാന്തര ബലത്തെ ഇലാസ്തിക പരിധി എന്ന് പറയുന്നു. അതായത് നമുക്ക് വസ്തുവിലോ അല്ലെ വലുപ്പത്തിലോ രൂപത്തിലോ സ്ഥിരമായിട്ടുള്ള മാറ്റം വരുത്താതെ ഒരു വസ്തുവിന്മേൽ പ്രയോഗിക്കാവുന്ന പരമാവധി രൂപാന്തര ബലം.
ഒരു സ്പ്രിങ് നമ്മൾ ശക്തിയിൽ വലിക്കുകയാണ്, വലിച്ച് ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സ്പ്രിങ് വിട്ട് കഴിഞ്ഞാൽ അതിന്റെ പഴയ അവസ്ഥയിലേക്ക് വരും. പക്ഷെ നമ്മൾ ആ പോയിന്റിന് അപ്പുറം വലിക്കുകയാണെന്ന് വിചാരിക്കാം, അതെന്താവും, അതിന് ഡീഫോർമേഷൻ പെർമനന്റ് ആയിട്ട് സംഭവിക്കും. ആ സ്പ്രിങ്ങിന്റെ നീളം വല്ലാണ്ട് കൂടി പിന്നെ അതിന് തിരിച്ചു പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ എത്തും. ഈ ഒരു പോയിന്റിന് മുൻപേ ഉള്ള, അതായത് പെർമനന്റ് ഡീഫോർമേഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പോയിന്റിനാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഇലാസ്തിക പരിധി എന്ന് പറയുന്നത്. ഇനി സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യം തന്നെയാണ് കേട്ടോ. സന്തുലനാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൽ ബലം പ്രയോഗിക്കപ്പെടുമ്പോൾ അതിനുണ്ടാകുന്ന രൂപമാറ്റം വസ്തു നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥത്തിന്റെ സ്വഭാവം, രൂപാന്തര ബലത്തിന്റെ പരിമാണം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മിക്ക പദാർത്ഥങ്ങളിലും ഇത്തരം രൂപാന്തരം നിരീക്ഷിക്കുവാൻ പറ്റുന്ന വിധത്തിൽ വലുതല്ല. ഒരു വസ്തുവിനെ രൂപാന്തര ബലത്തിന് വിധേയമാക്കുകയാണെങ്കിൽ വസ്തുവിൽ പുനഃസ്ഥാപന ബലം സംജാതമാകുന്നു. ഇത് പ്രയോഗിക്കപ്പെട്ട ബലത്തിന് തുല്യ പരിമാണമുള്ളതും വിപരീത ദിശയിലുള്ളതുമാണ്. യൂണിറ്റ് പരപ്പളവിൽ ഉണ്ടാകുന്ന ഇത്തരം ബലമാണ് സ്ട്രെസ്. വസ്തുവിന്റെ ഛേദതല പരപ്പളവ് എയും പ്രയോഗിക്കപ്പെട്ട ബലം എഫുമാണെങ്കിൽ സ്ട്രെസ്സിന്റെ പരിമാണം is equal to F/A ആയിരിക്കും. അതായത് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു, ഒരു ഫോഴ്സ് കൊടുത്തതിന് ശേഷം ആ കൊടുത്ത ഫോഴ്സ്, അതായത് നമ്മളൊരു വസ്തുവിന്റെ രൂപം മാറ്റാൻ വേണ്ടി കൊടുത്ത ഫോഴ്സ് നമുക്ക് എല്ലാ കേസിലും നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. എന്നാൽ വസ്തുവിൽ എന്ത് സംഭവിക്കും, പുനഃസ്ഥാപന ബലം രൂപപ്പെടും നമ്മൾ കൊടുത്ത ബലത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ കൊടുത്ത ഫോഴ്സിന് അതേ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണെങ്കിലും ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് പരിമാണം തുല്യമാണെങ്കിലും വിപരീത ദിശയിലായിരിക്കും. ഇങ്ങനെ രൂപപ്പെടുന്ന ഫോഴ്സ് ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ, ഒരു യൂണിറ്റ് ഏരിയയിലാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് എന്ത് പറയുന്നത്, സ്ട്രെസ് എന്ന് പറയുന്നത്. സ്ട്രെസ്സിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, അഥവാ പാസ്കൽ ആണ്. നമുക്കറിയാം ഇത് പ്രഷറിന്റെ അതേ യൂണിറ്റ് ആണ്. ഡയമെൻഷൻ ml⁻⁻1 T⁻². ആണ്. അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. ഇനി സ്ട്രെയിൻ എന്താണെന്ന് നോക്കാം. ബാഹ്യബലം പ്രയോഗിച്ച് ഒരു വസ്തുവിനെ രൂപം മാറ്റുമ്പോൾ വസ്തുവിന്റെ ഏതെങ്കിലും ഒരു മാനത്തിൽ വരുന്ന വ്യതിയാനവും പ്രാരംഭമാനവും തമ്മിലുള്ള അനുപാതമാണ് സ്ട്രെയിൻ. അതായത് നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഉപയോഗിച്ച് ഒരു വസ്തുവിന്റെ രൂപം മാറ്റുന്നു, പുറത്തു നിന്നൊരു ബലം കൊടുത്തുകൊണ്ട് ഒരു വസ്തുവിന്റെ രൂപം മാറ്റുന്നു. ആ സമയത്ത് ആ വസ്തുവിന്റെ ഏതെങ്കിലും ഒരു മാനം, ഒന്നുകിൽ നീളം അല്ലെങ്കിൽ വീതി അല്ലെങ്കിൽ വോളിയം, എന്തെങ്കിലും ഒന്ന് ചേഞ്ച് ആവും അല്ലെ. അപ്പൊ അങ്ങനെ ചേഞ്ച് ആവുന്നതിന് മുൻപേ ഉള്ള ആദ്യത്തെ അതിന്റെ അളവും ഡിവൈഡഡ് ബൈ ചേഞ്ച് ആയതിന് ശേഷമുള്ള ആ വ്യതിയാനവും, അതാണ് സ്ട്രെയിൻ എന്ന്. അത് തമ്മിലുള്ള റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത്, സ്ട്രെയിൻ എന്ന് പറയുന്നത്. സ്ട്രെയിൻ ഒരു റേഷ്യോ ആയതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഇല്ല. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, റേഷ്യോസിന് യൂണിറ്റ് ഉണ്ടാവില്ലല്ലോ. ഒരു ഖരപദാർത്ഥത്തിൽ ബാഹ്യബലം പ്രയോഗിക്കുമ്പോൾ അത് 3 രീതിയിൽ അവയുടെ രൂപത്തിൽ മാറ്റം വരുത്തും. അതിന്റെ ഫലമായി 3 രീതിയിലുള്ള പ്രതിബലവും സ്ട്രെയിനും രൂപപ്പെടും. അതായത് നമ്മൾ ഒരു സോളിഡ് ഒരു വസ്തുവിലാണ്, ഒരു ഖരപദാർത്ഥത്തിലാണ്, നമ്മൾ സോളിഡ് സബ്സ്റ്റൻസിലാണ് നമ്മൾ ഒരു ബലം പ്രയോഗിക്കുന്നതെങ്കിൽ അത് 3 രീതിയിലാണ് അതിന്റെ രൂപാന്തരം സംഭവിക്കുന്നത്. അപ്പൊ 3 രീതിയിൽ എന്ത് ഫോം ചെയ്യും, സ്ട്രെയിൻ ഉണ്ടാവും, റീസ്റ്റോറിംഗ് ഫോഴ്സും സ്ട്രെയിനും ഉണ്ടാവും. അതെങ്ങനെയാന്നുള്ളതാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. അതിന് ഈ ചിത്രം നമ്മൾ നിരീക്ഷിക്കണം. അതിൽ ഫസ്റ്റ് പറയുന്നത്, ഒരു ഖരപദാർത്ഥത്തിൽ ബാഹ്യബലം പ്രയോഗിക്കുമ്പോൾ അത് 3 രീതിയിൽ അവയുടെ രൂപത്തിൽ മാറ്റം വരുത്തുന്നു. അതാണ് ഈ ചിത്രത്തിലുള്ളത്. ഇതിൽ ഫസ്റ്റത്തത് സിലിണ്ടറിന്റെ യൂണിറ്റ് പരപ്പളവിൽ ഉണ്ടാകുന്നത്. അതായത് ഒരു സിലിണ്ടറിനെ അതിന്റെ ഛേദതല പരപ്പളവിന് ലംബമായി 2 തുല്യ ബലം ഉപയോഗിച്ച് വലിച്ചു നീട്ടിയിരിക്കുന്നു. ഇതാണ് നമ്മൾ പറഞ്ഞ സിലിണ്ടർ. ഇതിനെ അതിന്റെ ഛേദതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിലുള്ള ഭാഗത്തിന് ലംബമായിട്ട് ഈക്വൽ ഫോഴ്സ് ഉപയോഗിച്ച് വലിച്ചു നീട്ടിയിരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കും, എന്താ സംഭവിക്കുക, അപ്പോ അതിന്റെ യൂണിറ്റ് പരപ്പളവിൽ നമ്മൾ പറഞ്ഞു സ്ട്രെസ് ഉണ്ടാവൂലേ,
അതായത് ആ ഫോഴ്സിന്റെ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്സിന് എന്ത് പറയും? സ്ട്രെസ്. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ എന്ത് പറയും? സ്ട്രെസ് എന്ന് പറയും. അപ്പൊ ആ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? സിലിണ്ടറിന്റെ യൂണിറ്റ് പരപ്പളവിൽ ഉണ്ടാകുന്ന പുനഃസ്ഥാപന ബലത്തെ നമ്മൾ ടെൻസൈൽ സ്ട്രെസ് എന്നാണ് പറയുക. ലംബമായിട്ടുള്ള ഫോഴ്സ് ആണ് അവിടെ പ്രയോഗിക്കുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ബലത്തെ എന്ത് പറയും? ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയും. പ്രയോഗിക്കപ്പെട്ട ബലത്തിന്റെ പ്രവർത്തനം മൂലം സിലിണ്ടർ ചുരുക്കപ്പെടുകയാണെങ്കിൽ യൂണിറ്റ് പരപ്പളവിൽ ഉണ്ടാകുന്ന പുനഃസ്ഥാപന ബലത്തെ കംപ്രസീവ് സ്ട്രെസ് എന്ന് വിളിക്കുന്നു. കംപ്രസീവ് സ്ട്രെസ്സിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നും വിളിക്കാം. അതായത് നമ്മളിപ്പം കൊടുത്ത ഫോഴ്സ് സിലിണ്ടറിനെ ചുരുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ കംപ്രസീവ് സ്ട്രെസ് എന്നാണ് വിളിക്കുന്നത്. അതിനെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നും വിളിക്കാൻ പറ്റും. രണ്ട് പ്രവർത്തനങ്ങളിലും സിലിണ്ടറിന്റെ നീളത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നു. നീളത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഡെൽറ്റ എല്ലും യഥാർത്ഥ നീളം എല്ലും തമ്മിലുള്ള അനുപാതത്തെ അനുദൈർഘ്യ സ്ട്രെയിൻ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് വിളിക്കുന്നു. നമുക്കറിയാം ഈ സിലിണ്ടറിനെ നമ്മൾ വലിച്ചു നീട്ടുകയാണ് ഉണ്ടായത്. അപ്പൊ ആദ്യമുള്ള നീളത്തിൽ നിന്ന് രണ്ടാമത് നീളം കൂടിയിട്ടുണ്ട്. അപ്പൊ നീളം കൂടിയപ്പോഴുള്ള ആ വ്യത്യാസത്തിന് നമ്മൾ ഡെൽറ്റ എൽ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സ്ട്രെയിനിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്നാണ് പറയുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അനുദൈർഘ്യ സ്ട്രെയിൻ എന്നാണ് മലയാളത്തിൽ പറയുക. അനുദൈർഘ്യ സ്ട്രെയിൻ, അതിന്റെ ഇക്വേഷൻ, അതിന്റെ ഫോർമുല ഡെൽറ്റ എൽ ബൈ എൽ ആണ്. ഇനി ചിത്രം 9.2 ബിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ സിലിണ്ടറിന്റെ ഛേദതര പരപ്പളവിന് സമാന്തരമായി തുല്യവും വിപരീതവുമായ രൂപാന്തര ബലം പ്രയോഗിക്കുന്നുവെങ്കിൽ സിലിണ്ടറിന്റെ എതിർമുഖങ്ങൾക്കിടയിൽ ആപേക്ഷിക സ്ഥാനാന്തരം ഉണ്ടാകുന്നു. പ്രയോഗിച്ച സ്പർശരേഖീയ ബലം മൂലം യൂണിറ്റ് പരപ്പളവിൽ രൂപീകൃതമായ പുനഃസ്ഥാപന ബലത്തെ ടാൻജൻഷ്യൽ സ്ട്രെസ് അഥവാ ഷിയറിംഗ് സ്ട്രെസ് എന്ന് വിളിക്കുന്നു. നേരത്തെ നമ്മൾ കണ്ടു ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ് ഉണ്ടായത്. പക്ഷെ രണ്ടാമത്തെ കേസിൽ നമ്മൾ എങ്ങനെയാണ് ഫോഴ്സ് കൊടുക്കുന്നത്? സിലിണ്ടറിന്റെ ഛേദതലത്തിന് പാരലായിട്ട്, സമാന്തരമായിട്ട് അതിന്റെ സ്പർശരേഖയിൽ കൂടിയാണ് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നത്. അങ്ങനെ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അതിന്റെ രണ്ട് മുഖങ്ങൾക്കിടയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഒരു ഡീഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ആ ഡീഫോർമേഷൻ എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്നത് ടാൻജൻഷ്യൽ സ്ട്രെസ് ആണ്. കാരണം ആ ഫോഴ്സ് നമ്മൾ കൊടുത്തത് ടാൻജന്റ് കൂടെയാണ്. അല്ലെങ്കിൽ അതിന് വേറൊരു പേരും കൂടിയുണ്ട്, ഷിയറിംഗ് സ്ട്രെസ് എന്നും പറയും. പ്രയോഗിച്ച ടാൻജൻഷ്യൽ ബലത്തിന്റെ ഫലമായി സിലിണ്ടറിന്റെ എതിർവശവുമായി ഉണ്ടാക്കുന്ന ആപേക്ഷിക സ്ഥാനാന്തരം ഡെൽറ്റ എക്സ് ആണെന്ന് നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാവും. അതായത് ഈ ചിത്രമാണ് പറയുന്നത്. ബി എന്ന് പറയുന്ന ചിത്രം നോക്കുക. ഇവിടെ ആദ്യത്തെ സിലിണ്ടറിന്റെ പൊസിഷൻ, രണ്ടാമത്തെ ചിത്രം, ആദ്യത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും നോക്കാം. ആദ്യത്തെ ചിത്രത്തിൽ നിന്നും രണ്ടാമത്തെ ചിത്രത്തിലേക്ക് എത്തുന്ന സമയത്ത് സിലിണ്ടറിന് ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ഡെൽറ്റ എക്സ് സ്ഥാനാന്തരം ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇവിടെ ഡെൽറ്റ എക്സ് നമ്മൾ എന്തെടുക്കുന്നു? സിലിണ്ടറിന്റെ എതിർവശവുമായി ഉണ്ടാകുന്ന ആപേക്ഷിക സ്ഥാനാന്തരമായിട്ട് നമ്മൾ ഡെൽറ്റ എക്സിനെ എടുക്കുന്നു. ഇപ്പോൾ ഉണ്ടാകുന്ന ഡീഫോർമേഷനെ നമ്മൾ ഷിയറിംഗ് സ്ട്രെയിൻ എന്ന് വിളിക്കുന്നു. ആപേക്ഷിക സ്ഥാനാന്തരമായ ഡെൽറ്റ എക്സും സിലിണ്ടറിന്റെ നീളമായ എല്ലും തമ്മിലുള്ള അനുപാതമാണ് ഷിയറിംഗ് സ്ട്രെയിൻ. ആദ്യത്തെ നീളം എന്ന് പറയുന്നത് എല്ലാണ്, പിന്നെ അത് ഡെൽറ്റ എക്സ് മൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ നീളത്തിനോട് വ്യതിയാനത്തിനോട് ആദ്യത്തെ നീളം ഉണ്ടാക്കുന്ന എന്താണ്? റേഷ്യോ ആണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ എൽ ആണ് എന്തെന്ന് പറയുന്നത്? ഈ ഷിയറിംഗ് സ്ട്രെയിൻ അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് ഇവിടെ നമ്മളുള്ള ആംഗിളിനെ തീറ്റയാക്കി എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ എൽ എന്ന് പറയുന്നത് നമുക്ക് ടാൻ തീറ്റ എന്ന് കിട്ടും. ടാൻ തീറ്റ എന്ന് കിട്ടും. സിലിണ്ടറിന്റെ യഥാർത്ഥ സ്ഥാനവുമായി ഉണ്ടാക്കുന്ന കോണീയ സ്ഥാനാന്തരമാണ് തീറ്റ. സാധാരണ തീറ്റ വളരെ ചെറുതാണ്. അതിനാൽ തീറ്റയുടെ അളവ് റേഡിയൻ യൂണിറ്റിലാണെങ്കിൽ ടാൻ തീറ്റയുടെ വില ഏകദേശം 0 കോണളവിന് തുല്യമാണ്. ഉദാഹരണം, സീറോയുടെ വില 10 ഡിഗ്രി ആണെങ്കിൽ, തീറ്റയുടെ വില 10 ഡിഗ്രി, തീറ്റയുടെ വില ഏകദേശം ടാൻ തീറ്റയുടെ വില ഏകദേശം തീറ്റയ്ക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത്
തീറ്റയുടെ അളവ് നമ്മൾ വളരെ ചെറിയ ഇതായിട്ടാണ് കണക്കാക്കുന്നത്, ചെറിയ വാല്യൂ ആണ്. അതുകൊണ്ട് ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ, അതാണ് ആദ്യത്തെ ഇതിൽ പറയുന്നത്. അപ്പം തീറ്റയുടെ വില നമ്മൾ 10 ഡിഗ്രി ആണെങ്കിൽ തീറ്റയും ടാൻ ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം ശരിക്കും 1% ആണ്. അപ്പൊ ടാൻ 10 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 10 ഡിഗ്രി തന്നെ എടുത്താൽ മതി നമ്മൾ. ഓക്കെ, ഇനി ചിത്രം 9.2 സിയിൽ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ പുസ്തകത്തെ കൈകൊണ്ട് അമർത്തി തിരശ്ചീനമായി തള്ളുക. അപ്പോഴുണ്ടാകുന്ന സ്ട്രെയിൻ ആണ് ഷിയറിംഗ് സ്ട്രെയിൻ. ടാൻ തീറ്റ എന്താണ്? ടാൻ തീറ്റ ആണ് അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ എന്ന് ആലോചിച്ചാൽ മതി. ഡെൽറ്റ എക്സ് ബൈ എൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ ആണ് അവിടുത്തെ സ്ട്രെയിൻ എന്ന്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ തീറ്റ തന്നെയാണ് അവിടുത്തെ സ്ട്രെയിൻ എന്ന് ആലോചിച്ചാൽ മതി. ഇനി ചിത്രം 9.2 ഡിയിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉയർന്ന മർദ്ദമുള്ള ഒരു ദ്രാവകത്തിൽ വെച്ചിരിക്കുന്ന ഖരഗോളത്തിന്റെ എല്ലാ വശങ്ങളും ഒരുപോലെ ഞെരുക്കപ്പെടുന്നു. ഗോളത്തിന്റെ പ്രതലത്തിലെ ഓരോ ബിന്ദുവിലും ദ്രാവകം പ്രയോഗിക്കുന്ന ബലം ലംബദിശയിലായതിനാൽ പ്രസ്തുത വസ്തു ദ്രവചലിത സമ്മർദ്ദത്തിന് അല്ലെങ്കിൽ ഹൈഡ്രോളിക് കംപ്രഷന് വിധേയമായിരിക്കും. ഇത് വസ്തുവിന്റെ ജ്യാമിതീയ ആകൃതിക്ക് വ്യത്യാസം വരാതെ ഉള്ളളവിൽ കുറവുണ്ടാക്കുന്നു. വസ്തുവിൽ ആന്തരികമായി സൃഷ്ടിക്കപ്പെടുന്ന പുനഃസ്ഥാപന ബലം ദ്രാവകം വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലത്തിന് തുല്യവും വിപരീതവുമായിരിക്കും. ദ്രാവകം യഥാർത്ഥ ആകൃതിയിലേക്കും ദ്രാവകത്തിൽ നിന്നും വസ്തുവിനെ പുറത്തെടുത്താൽ അത് യഥാർത്ഥ ആകൃതിയിലേക്കും വലുപ്പത്തിലേക്കും തിരിച്ചു വരും. ഈ പ്രവർത്തനത്തിൽ യൂണിറ്റ് പരപ്പളവിൽ ആന്തരികമായി പുനഃസ്ഥാപിക്കപ്പെടുന്ന ബലത്തെ ദ്രവചലിത സ്ട്രെസ് അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് വിളിക്കുന്നു. ഇതിന്റെ പരിമാണം ദ്രവചലിത മർദ്ദത്തിന് തുല്യമാണ്. യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന ബലമാണെന്ത്? ഹൈഡ്രോ ഡൈനാമിക് പ്രഷർ അല്ലെങ്കിൽ ദ്രവചലിത മർദ്ദം എന്ന് പറയുന്നത്. ദ്രവചലിത മർദ്ദം ഉണ്ടാക്കുന്ന രൂപമാറ്റത്തെ വോളിയം സ്ട്രെയിൻ എന്ന് വിളിക്കും. ദ്രവചലിത ബലം ഉണ്ടാക്കുന്ന രൂപമാറ്റത്തെ എന്ത് വിളിക്കും? വോളിയം സ്ട്രെയിൻ എന്ന് വിളിക്കും. ഉള്ളളവിൽ ഉണ്ടാകുന്ന വ്യത്യാസവും യഥാർത്ഥ ഉള്ളളവും തമ്മിലുള്ള അനുപാതമാണ് അവിടെ ഉണ്ടാകുന്ന സ്ട്രെയിൻ. അത് വോളിയം സ്ട്രെയിൻ ആണ്. വ്യാപ്ത വിരൂപണം എന്ന് മലയാളത്തിൽ പറയും. അപ്പൊ ഡെൽറ്റ വി ബൈ വി ആണ് അവിടുത്തെ വോളിയം സ്ട്രെയിൻ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കിയാൽ മതി. ഈ ചിത്രത്തിലെ അവസാനത്തെ ചിത്രം നോക്കാം. അവിടെ ഒരു വസ്തുവിന്റെ ഉള്ളിൽ എന്താക്കുകയാണ് നമ്മള്? ഒരു ദ്രാവകത്തിന്റെ ഉള്ളിൽ നമ്മളൊരു ഖരവസ്തു ഉണ്ട്. ആ ഖരവസ്തു നമ്മൾ എന്ത് ചെയ്യുന്നു? എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? മർദ്ദം, പ്രഷർ എന്ന് പറയുന്നത് ഈ ദ്രാവകത്തിൻ്റെ ഭയങ്കര കൂടുതലാണ്. അതിന്റെ ഉള്ളിൽ നമ്മളൊരു സ്ഫിയർ വെച്ചിട്ടുണ്ട്. ഈ സ്ഫിയറിന്റെ ഓരോ ബിന്ദുവിലും ദ്രാവകം പ്രയോഗിക്കുന്ന ബലം എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഖരത്തിന്, ഈ ഗോളത്തിന് അനുഭവപ്പെടുന്ന പ്രഷർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ പ്രഷറിനെയാണ് നമ്മൾ ദ്രവചലിത സമ്മർദ്ദം എന്ന് പറയുന്നത്. ഈ ദ്രവചലിത സമ്മർദ്ദം സംഭവിക്കുന്ന സമയത്ത് വസ്തുവിന്റെ ആകൃതിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ വോളിയം കുറയും. അപ്പൊ ആദ്യം ഉണ്ടായിരുന്ന വോളിയം ടു ഇപ്പം സംഭവിച്ച വോളിയം ചേഞ്ച്, അതിന്റെ അനുപാതം വോളിയം ചേഞ്ച് ബൈ ഒറിജിനൽ വോളിയം ഡെൽറ്റ വി ബൈ വി ആണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. വോളിയം സ്ട്രെയിൻ അല്ലെങ്കിൽ ദ്രവചലിത മർദ്ദം ഉണ്ടാക്കുന്ന വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. ദ്രവചലിത മർദ്ദമല്ല, വ്യാപ്ത നിരൂപണമാണ് വോളിയം സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്, ഈ 3 കാര്യങ്ങളാണ് നമുക്ക് സ്ട്രെസ് 3 തരത്തിൽ പ്രയോഗിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 3 ടൈപ്പ് സ്ട്രെസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യം ടെൻസൈൽ സ്ട്രെസ്, രണ്ടാമത് ഷിയറിംഗ് സ്ട്രെസ്, മൂന്നാമത് ആദ്യം ടെൻസൈൽ സ്ട്രെസ് പഠിച്ചു, രണ്ടാമത് ഷിയറിംഗ് സ്ട്രെസ് പഠിച്ചു, മൂന്നാമത് നമ്മൾ എന്ത് പഠിച്ചു? ഹൈഡ്രോളിക് കംപ്രഷൻ പഠിച്ചു അല്ലെ? ഹൈഡ്രോളിക് സ്ട്രെസ് പഠിച്ചു, അല്ലെങ്കിൽ വോളിയം സ്ട്രെസ് എന്നൊക്കെ പറയാം.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യാം. കമന്റ് ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങളുടെ മെയിൽ ID കൂടെ നിങ്ങളൊന്ന് അയക്കുക. അപ്പം നിങ്ങൾക്ക് നോട്ട്സ് ഞാൻ അതിലേക്ക് അയച്ചു തരുന്നതായിരിക്കും. പിന്നെയുള്ള ഒരു കാര്യം, എല്ലാവരും വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും HSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ എല്ലാവരും വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ വീഡിയോസ് കാണാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും എന്ത് ചെയ്യുക? പഠനം തുടരുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.